ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇന്നത്തേത് ഒരു ഒമാൻ വ്ലോഗാണ്. ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ഒമാനിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. ഇവിടുന്ന് ഒമാനിലേക്ക് പൊതുവേ ചീപ്പാണ് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് 7500 മാത്രമാണ് ആയത് ടിക്കറ്റിന്. ഞാൻ ഒമാൻ എയറിലാണ് ഫ്ലൈ ചെയ്തത്. ഒമാൻ എയറിൻ്റെ 737-ലാണ് ഞാൻ മസ്കറ്റിലേക്ക് പോകുന്നത്. സത്യത്തിൽ ഞാൻ മസ്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാം എന്നുള്ള പ്ലാനിൽ മാത്രമാണ് പോയത്. പക്ഷേ എൻ്റെ ഒമാൻ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്തു. ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ പോയ സ്ഥലങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഒമാൻ ഗ്രാൻഡ് മോസ്ക് ആണ്. ഒമാൻ ഗ്രാൻഡ് മോസ്ക് മസ്കറ്റിൽ തന്നെയാണ്. ഇതാണ് മോസ്കിൻ്റെ മെയിൻ എൻട്രി ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. മോസ്കിന് ഒത്തിരി എൻട്രീസ് ഉണ്ടെങ്കിലും ടൂറിസ്റ്റിന് ഒരു പെർട്ടിക്കുലർ എൻട്രി മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ എല്ലാ ദിവസവും 8 to 11 എക്സെപ്റ്റ് ഫ്രൈഡേ ടൂറിസ്റ്റിന് ഓപ്പൺ ആണ് കേട്ടോ. നമുക്ക് എൻട്രി ഫീസ് ഒന്നും വരുന്നില്ല. മോസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു വാൾ ഉണ്ട്. പൊതുവെ നമ്മൾ അമ്പലത്തിലൊക്കെയാണ് കാണാം, കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് മെയിൻ സ്ട്രക്ചർ വരിക. അതേ കോൺസെപ്റ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ദേ ഈ ഡോം ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് ഇവിടുത്തെ. കോമ്പൗണ്ട് വാള് വൈറ്റ് അല്ലാത്തതുകൊണ്ടും മെയിൻ എംഫസിസ് ചെയ്യേണ്ട ബിൽഡിങ് പ്യുവർ വൈറ്റിൽ ചെയ്തേക്കുന്നതുകൊണ്ടും അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡോം പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ മിനാരറ്റ്. ഇത് അടക്കം 5 ഉണ്ട്. ഈ 5 മിനാരറ്റ് ഇസ്ലാമിൻ്റെ 5 പില്ലേഴ്സ് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് അതിനെ സിംബലൈസ് ചെയ്യുന്നത്. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ വീഡിയോ. പക്ഷേ ചൂടുണ്ട്. ഇപ്പം നിലവിൽ ഇവിടെ ടൂറിസ്റ്റ് വരുന്ന സമയമാണ്. പിന്നെ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഡ്രസ്സിങ് മോഡസ്റ്റ്ലി നമ്മൾ വെയർ ചെയ്തിരിക്കണം. വുമൺ ആണെന്നുണ്ടെങ്കിൽ ഹെയർ കവർ ചെയ്തിരിക്കണം. ആൻഡ് ബോത്ത് ഇൻക്ലൂഡിങ് മെൻ ആൻഡ് വുമൺ നമ്മുടെ കൈകാലുകൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കണം. ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. സ്കെയിൽ ഇച്ചിരി വലുതാണ്. പിന്നെ എനിക്കിത് ഫസ്റ്റ് ഇസ്ലാമിക് കൺട്രി കാരണം എനിക്ക് തോന്നുന്നതായിരിക്കും, നമ്മുടെ മോസ്കിനൊക്കെ അപേക്ഷിച്ച്, നമ്മുടെ നാട്ടിലത്തെ മോസ്കിനൊക്കെ അപേക്ഷിച്ചിട്ട് സ്കെയിൽ ഭയങ്കര കൂടുതലാണ്. അതായത് ഒരു മോണുമെൻ്റൽ സ്കെയിലാണ് ചെയ്തേക്കുന്നത്. പൊതുവെ ചർച്ചസ് ഒക്കെയാണ് മോണുമെൻ്റൽ സ്കെയിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്ലാൻ വൈസ് സ്ഥലം കുറവാണെന്നുണ്ടെങ്കിൽ, കുറവെന്ന് പറയാൻ പറ്റില്ല, വലിയ മോസ്കാണ്. പക്ഷേ പ്ലാൻ്റെ പ്രൊപ്പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയമാണ് കുറച്ചും കൂടെ കൂടുതൽ. പിന്നെ ഒബ്വിയസ്ലി ഇത് അറബ് ആൻഡ് ഒമാനി ആർക്കിടെക്ചർ സ്റ്റൈലിൽ പണിതതാണ്. ഒത്തിരി വോൾസും അതിൻ്റെ ഡീറ്റെയിൽസും ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പുറത്ത് ഈ ഡാർക്ക് കളറിലുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ, ഈ സ്ട്രക്ചറാണ് ഒളു എടുക്കാനും നമ്മുടെ ഷൂ എടുത്തു വെക്കാനും ഉപയോഗിക്കുന്നത്. ഇവിടെ നിസ്കാര സമയത്ത് നോൺ മുസ്ലിംസിനെ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ടൂറിസ്റ്റ് ടൈം 8 to 11 വെച്ചേക്കുന്നത്, വെള്ളിയാഴ്ച ഒഴികെ. വെള്ളിയാഴ്ച വലിയ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് വെള്ളിയാഴ്ച നമുക്ക് ടൂറിസം അലൗ ചെയ്യാത്തത്. ഇപ്പം നമുക്കിത് നിസ്കരിക്കാൻ വരുന്ന സമയത്തും നമുക്ക് മോസ്ക് കാണാം കേട്ടോ. അതിന് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോ എടുക്കുന്നതിനോ കാര്യങ്ങളോ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാരണം ഞാൻ ഇന്നലെ ഇവിടെ മഗ്‌രിബിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ മഗ്‌രിബും ഇശായും ഈ സമയത്ത് ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. പിന്നെ ഇന്ന് ഇപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ക്ലാരിറ്റിയോടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ടൂറിസ്റ്റ് ടൈമിൽ വന്നത്. ആൻഡ് ഓൾസോ ഇൻ കേസ് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഗേൾസിന് അബയാസും ഇവിടെ അവൈലബിൾ ആണ്. ബോയ്സിന് ഇൻ കേസ് കന്തൂർ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ കന്തൂറാസും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ആൾക്കാർ വരുന്ന മെയിൻ അട്രാക്ഷനാണ് ഈ ഡോമിൻ്റെ അകത്തുള്ള ഈ ചാൻലിയർ. ഈ ചാൻലിയർ പ്രൈസ് ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ഇപ്പം നിലവിൽ കുറേ തൂക്കുകളൊക്കെ ഉണ്ട്. അത് ലെങ്ത്തിനെയും വെയ്റ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ലെങ്ത് വൈസ് ഈ തൂക്കുകളൊക്കെ ആയിരുന്നു ഏറ്റവും വലുത്. സംഭവം തൂക്കുകളൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. വീഡിയോസിലൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവില്ല. നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ആ വിളക്കിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. ഉള്ളിൽക്കുള്ളിൽക്കായിട്ട് അടിപൊളിയായിട്ട് ഡീറ്റെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോമിന് കൊടുത്തേക്കുന്ന ഈ ബ്ലൂ കളറും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അറബിക് പാറ്റേൺസും ഈ ചാൻഡ്ലിയറിന് ഭയങ്കര ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുക്കുന്നു. ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്. അതിൽ നടന്നിട്ടാണ് എല്ലാവരും ചാൻഡ്ലിയർ കാണാൻ വരിക. പൊതുവെ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാർപ്പറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതിൻ്റെ താഴെ നിസ്കരിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. കാരണം ഈ മുറിയാണ് ആണുങ്ങളുടെ മെയിൻ പ്രെയർ ഹോളായിട്ട് വരുന്നത്. 2001 ഗ്രാൻഡ് മോസ്കിൻ്റെ പണി കഴിയുന്നത്. സുൽത്താൻ കാബൂസിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക് ആർക്കിടെക്ചറും ഇസ്ലാമിക് സ്റ്റഡീസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പള്ളി നിർമ്മിക്കുന്നത്. ഇന്ന് മസ്കറ്റിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒമാൻ്റെ തന്നെ വൺ ഓഫ് ദ ഒരു ഐക്കോണിക് സ്ട്രക്ചറിൽ പെടുന്ന ഒരു കാര്യമാണ് ഗ്രാൻഡ് മോസ്ക്. നിലവിലെ സുൽത്താൻ പുതിയ ആളാണെന്നുണ്ടെങ്കിലും ഇത് സുൽത്താൻ കാബൂസിൻ്റെ പേരിൽ തന്നെയാണ് ഈ മോസ്ക് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാദി ഹിബിയാണ്.
വാദി ഹിബി സോഹാറിലോട്ട് പോകുന്ന വഴിയാണ്. സോഹാർ മസ്കറ്റിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. സോഹാറിന്റെ അടുത്താണ് ഈ വാദി ഹിബി. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള വാദിയല്ല, അതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. ഞാൻ ചെന്നപ്പോൾ കുറച്ച് ഫാമിലീസാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അധികം ആൾക്കാരൊന്നുമില്ല. ഫുള്ള് ഇതേപോലെ പാറക്കെട്ടുകളാണ്. നമ്മൾ റോഡിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാദി കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഡ്രൈ ആണ്. ഇനി മൺസൂണിൽ ഇത് നിറയോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ചെറിയൊരു വാട്ടർ ബോഡിയാണ്. പക്ഷെ നല്ല തണുപ്പുള്ള വെള്ളമാണ് ട്ടോ. ദേ കണ്ടോ, ഫുള്ള് ഇങ്ങനെ പാറക്കെട്ടുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പോക്കറ്റ്. ആ പോക്കറ്റിൻ്റെ ഉള്ളിലാണ് വെള്ളമുള്ളത്. ചില സ്ഥലങ്ങളിൽ നല്ല ഡീപ്പാണ് ഈ വാട്ടർ. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലും ഫാമിലീസാണ് ഞാൻ കണ്ടത്. അതും മലയാളീസിനെയാണ് ട്ടോ കണ്ടത്. ദേ ഈ വാട്ടർ ബോഡിയിൽ കുറേ ഫിഷ് ഉണ്ടായിരുന്നു. എനിക്ക് അടിപൊളി ഫിഷ് സ്പാ കിട്ടി. ഫുള്ള് ഇങ്ങനെ സക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഫീറ്റിൽ. ഞങ്ങൾ പോയത് ഒരു ഈവനിങ് ടൈമാണ്. അതുകൊണ്ട് വല്ലാണ്ട് ടൈം കിട്ടിയില്ല. പക്ഷെ ഉള്ള സമയം കൊണ്ട് ഞങ്ങളൊന്ന് കുളിച്ചായിരുന്നു. കാരണം ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് സോഹറിലേക്ക് വന്നത്. പക്ഷെ നീന്താനൊക്കെ അടിപൊളി സ്ഥലമാണ് ട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ആ ഫാമിലി പോയായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നേരം ഇരുട്ടായി തുടങ്ങി. കാരണം നമ്മൾ എത്താൻ തന്നെ നേരം വൈകിയായിരുന്നു. പിന്നെ ഒന്നാമത് ചൂടാണ്. ഉച്ച സമയത്ത് പോക്ക് നടക്കൂല. പക്ഷേ സ്ഥലം ഭയങ്കര അടിപൊളി വൈബായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ സ്ഥലങ്ങള്. പിന്നെ അവിടുന്ന് നമ്മളൊരു 6 മണിയായപ്പോഴത്തേനും തിരിച്ചു. തിരിച്ചു പോകുന്ന വഴി ഫുള്ള് ഇതേപോലെ മലകളാണ്. പിന്നെ ഒരു സമാധാനം, നമുക്ക് അടിച്ച് മിന്നിച്ച് പോവാൻ പറ്റും കാറില്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നിസ്വ ഫോർട്ടാണ്. നിസ്വ മസ്കറ്റിൽ കുറച്ച് ദൂരെയാണ്, പക്ഷെ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇത് ഒമാനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കാണ്. നമുക്ക് ഫോർട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു നാരോ പാസേജ് ആണ്. ഈ പാസേജ് ഇതേ നമ്മൾ നേരെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. പെർ പേഴ്സൺ ടൂറിസ്റ്റിന് 10 ദിർഹമാണ് വരുന്നത്. ഇത് നേരെ കയറി വരുമ്പോൾ ഒരു സെൻട്രൽ ഏരിയയിലേക്കാണ് വരുന്നത്. ഇതിന്റെ ഒരു സൈഡാണ് ഫോർട്ട്, ഒരു സൈഡിൽ മസ്ജിദ്, പിന്നെ ഇപ്പോൾ കൺവേർട്ട് ചെയ്ത കഫേയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രോഗ്രാം ഒക്കെ നടക്കാൻ പറ്റിയ ഒരു അരീനയൊക്കെ പോലത്തെ ഒരു സ്ഥലം. ഇവിടുന്ന് നമുക്ക് നേരെ ഫോർട്ടിലേക്ക് കയറാം. ആർക്കിടെക്ചർ വൈസ് അടിപൊളി ഫോർട്ടാണ്. പിന്നെ ഈ ഫോർട്ടിന് കുറേ പ്രത്യേകതകളും ഉണ്ട്. ഈ സർക്കുലർ സിലിണ്ടറിക്കൽ ഷേപ്പ് കണ്ടോ, ഇതിന്റെ ഉള്ളിൽ കുറേ ഹിഡൻ ആയിട്ടുള്ള സ്റ്റേഴ്സും കുറേ ഷെല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ. ഇതിന്റെ ഒരു പ്രോപ്പർ എക്സാമ്പിൾ ആണിത്. അതായത് ഏതെങ്കിലും ശത്രുക്കള് ഫോർട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ ലൂപ്പിൽ പെടും. പിന്നീട് അവരെ ശിക്ഷിച്ചിരുന്നത് ഹോട്ട് ലിക്വിഡ് ഒഴിച്ചിട്ട് കൊന്നിട്ടായിരുന്നു. അങ്ങനെ കുറെ ഭയങ്കര മിസ്റ്ററീസ് നിറഞ്ഞ ഒരു ഫോർട്ടാണിത്. നിസ്വ ഒരു നാൾ ഒമാന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ഇപ്പൊ മസ്കറ്റ് ആണെങ്കിൽ മുമ്പ് നിസ്വ ആയിരുന്നു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് അറിഞ്ഞപ്പെട്ടിരുന്നത്. 1650-കളിൽ യാറൂബി ഡൈനാസ്റ്റി എറയുടെ സമയത്താണ് ഈ നിസ്ഫ ഫോർട്ട് നിർമ്മിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഈ ഫോർട്ട് ഭയങ്കര ഒരു ലൂപ്പാണ്. നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുള്ളും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റേയേഴ്സാണ്. ഞാനും ഇതേപോലെ ഓരോന്ന് കയറി പോകുമ്പോൾ ചില സമയത്ത് കയറിയ സ്ഥലത്ത് തന്നെയായിരിക്കും പിന്നെയും കയറി വരുന്നുണ്ടാവുക. ഇപ്പോൾ ഇതൊരു എക്സിബിഷൻ ഏരിയ ആണ്. അതേപോലെ തന്നെ കുറച്ച് ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒമാൻ്റെ കൊടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റേയേഴ്സാണ്. റൂഫിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് സൈഡിലത്തുള്ള മോസ്ക് കാണാൻ പറ്റും. ഇത് പണ്ടത്തെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. അറേബ്യക് കൺട്രി ആയതുകൊണ്ട് തന്നെ ഫോർട്ടായാലും വീടായാലും തൊട്ട് സൈഡിൽ മോസ്ക് ഉണ്ടാവും. ഇതിൻ്റെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഈന്തപ്പനത്തോട്ടം കാണാം. ഒരു സൈഡിൽ ഈന്തപ്പനത്തോട്ടവും മറ്റേ സൈഡിൽ നിസ്വ സൂക്കുമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ നിസ്വ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു ഹിസ്റ്റോറിക് ടച്ചാണ് എല്ലാത്തിലും. നമുക്കിവിടെ നമ്മൾ കണ്ടുവരുന്ന ഫോട്ടോകളൊക്കെ ഭയങ്കര ഒരു മോണുമെൻ്റൽ സ്കെയിലല്ലേ? അങ്ങനെ ഒരു മോണുമെൻ്റൽ സ്കെയിലല്ല കേട്ടോ. ഹ്യൂമൻ സ്കെയിലിനോട് കുറച്ചും കൂടെ റിലേറ്റഡ് ആണ് ഈ ഫോട്ടോ. വാൾ ഹൈറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്, പക്ഷേ ഓരോ ഇൻറ്റീരിയർ റൂംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതാണ്. പിന്നെ പാസേജസ് ആയാലും ഇതേപോലെ ഒരു 90 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളൂ. കുറേ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടുകളാണ് കൂടുതലും. ഇങ്ങനെ ചെറിയ ചെറിയ ആംഗിൾസ് ഉള്ള കോർണേഴ്സ് ഉണ്ട്. അതായത് ഒരു ഹൈഡ് ആൻഡ് സീക്കിനൊക്കെ പറ്റിയ ഒരു ഫോർട്ടാണ്. ഞാൻ നല്ല ഉച്ച സമയത്താണ് പോയത്. അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ടൂറിസത്തിനും എക്സിബിഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ ഇതേപോലെ കുറച്ച് ഊതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഈ പോർഷനാണ് ആ സിലിണ്ട്രിക്കൽ ഏരിയൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിലുള്ളത്. ഇതിൻ്റെ താഴെയാണ് ഞാൻ പറഞ്ഞ ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങൾ. അവിടേക്ക് നമുക്ക് ആക്സസ് ഇല്ല. ഫോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയറിയ സെയിം അരീനയിൽക്കാണ് കേട്ടോ വന്നെത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കഫേ ഉണ്ട്. ആ കഫേയും ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതായത് വാൾസ് കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ഉള്ളിൽ അവർ ഇൻറ്റീരിയർ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിനെ പറയുന്നത് അഡാപ്റ്റീവ് റീയൂസ് എന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിസ്വ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി ബാക്കിലേക്ക് പോവാം.
നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ഈന്തപ്പനത്തോട്ടമില്ലേ, ഇത് അടിപൊളിയാണ് കേട്ടോ. കാരണം നല്ല ചൂടാണ്, ഞാൻ നല്ല ടയേർഡായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇതേപോലെ ഒരു മജ്ലിസ് സെറ്റാക്കിയിട്ടുണ്ടായി. ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു. നല്ല കാറ്റൊന്നുമില്ല, പക്ഷേ തണലുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. തൊട്ട് സൈഡിൽ കുറച്ച് ഒട്ടകമൊക്കെ ഉണ്ട്. അതൊക്കെ ടൂറിസ്റ്റിന് വേണ്ടി ജസ്റ്റ് വെച്ചേക്കുന്നതാണ്. 2 ഒട്ടകം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഞാനവിടെ കുറച്ച് നേരം ഇങ്ങനെ ചില്ലായിട്ടിരുന്നു. ഒരു അറബിക് വൈബ്. ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ല രസമുണ്ട്. പിന്നെ ഈ ഈന്തപ്പനൻ്റെ ഈ പനകൾ ഭയങ്കര ഒരു ഈസ്തറ്റിക് സാധനമാണ് കേട്ടോ. അധികം ഷെയ്ഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഫോട്ടോസിലും അല്ലാന്നുണ്ടെങ്കിൽ കാണാൻ വിഷ്വലി നല്ല രസമുള്ള സാധനമാണ്. ഞാൻ സമ്മറിൻ്റെ തുടക്കത്തിൽ പോയതുകൊണ്ട് തന്നെ ഈന്തപ്പഴങ്ങളൊന്നും പഴുത്തിട്ടുണ്ടായിരുന്നില്ല, ഫുള്ള് പച്ചയായിരുന്നു. ഇനിയൊരു 2 മാസമൊക്കെ കഴിയും കേട്ടോ ഇതൊക്കെ ഒന്ന് പഴുത്ത് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം, നിസ്ഫ സൂക്ക്. ശരിക്കും നിസ്ഫയിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, ഫ്രൈഡേ മാർക്കറ്റ്. പക്ഷേ ഞാൻ പോയത് ഫ്രൈഡേ അല്ലാത്തതുകൊണ്ട് ആ ഫ്രൈഡേ മാർക്കറ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതേപോലത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഫുള്ള് ഒരു പോട്ടറി വില്ലേജൊക്കെ പോലെയാണ്. ഒത്തിരി അറബിക് പോട്ടറീസും പിന്നെ ഇതേപോലെ കുറേ ആർട്ടിസ്റ്റിക് സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ സ്ട്രെച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, ഫുള്ള് പോട്ടറീസാണ്. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങലുണ്ട്, പക്ഷേ ഞാൻ പോട്ടറീസ് സാധനങ്ങളൊന്നും എടുത്തില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ഒമാൻ കത്തി വാങ്ങിയിട്ട് പോന്നു. എന്തെങ്കിലും ഒരു ചെറിയ എലമെൻറ്റ് കൊണ്ടുവന്ന് വാങ്ങി വെക്കലുണ്ട്. എൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ കുറച്ച് മിനിമലിസം ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങി മാക്സിമം ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒരു പെട്ടിയിലാക്കി എടുത്തു വയ്ക്കും, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. മറ്റേ മാർക്കറ്റ് നമ്മൾക്ക് മിസ്സായെങ്കിലും ഈ മാർക്കറ്റും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല ഈസ്തറ്റിക്സ് ആണ്. ഫുള്ള് ഇതേപോലത്തെ മൺപാത്രങ്ങളാണ്, പല സൈസിലും പല കളറിലും പല യൂസിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഊത് സാധനങ്ങളൊക്കെ കത്തിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഫുള്ള് മണ്ണിൻ്റെ കടകൾ തന്നെയാണ്. അതായത് അടുപ്പിച്ചടുപ്പിച്ചാണ് കടകൾ. ഫുള്ള് ഇതേപോലെ പുറത്തും വെച്ചിട്ടുണ്ട്. ഇവർക്ക് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. കണ്ടോ, ഫുള്ള് അടുപ്പിച്ചിങ്ങനെ അടക്കി വെച്ചേക്കുന്ന കാണാൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഈ സൺലൈറ്റ് ഫിൽറ്റർ ചെയ്യുമ്പോൾ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇത് ഈ ഷോപ്പിൽ കയറിയിട്ടാണ് കേട്ടോ ഞാൻ ഒമാൻ കത്തി വാങ്ങിയത്. പക്ഷേ ഇവിടെ കുറേ സിൽവർ ആഭരണങ്ങളൊക്കെ ഉണ്ടായി. നോക്കിയപ്പോൾ ഒടുക്കത്തെ റേറ്റ്. ഞാനൊരു ഉച്ച സമയത്താണ് കേട്ടോ നിസ്ഫ ഫോർട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനാണ് മാർക്കറ്റിലെത്തിയത്. ഇപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സണ്ണിൻ്റെ ലൈറ്റ് കാണാനും അടിപൊളിയാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ചെറിയ നിഷസ് ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ചൂട് കണക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ആകെയുള്ള സമാധാനം എന്ന് പറയുന്നത് ഏത് ഷോപ്പിൽ കയറി കഴിഞ്ഞാലും എ സി ഉണ്ട്. നമ്മുടെ പോട്രി മാർക്കറ്റ് വരുന്നത് കുറച്ച് ഉള്ളിലേക്കാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമ്മുടെ സാധാരണ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നേരെ നമുക്ക് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ വരും. നേരെ കാണുന്ന ഒരു ചെറിയ വാതിലുണ്ടോ, അതാണ് ഫോർട്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ നിസ്ഫ ഡേ കഴിഞ്ഞിട്ട് നിസ്ഫയിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണ്. എന്തായാലും നിസ്ഫ ഫോർട്ടും മാർക്കറ്റും ഒക്കെ ഭയങ്കര അടിപൊളി സ്ഥലം. സോ അത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വാദി തനൂഫാണ്. നിസ്ഫയിൽ നിന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ട്. ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചതാണ്. ഇതൊരു വാദിയാണെന്നുണ്ടെങ്കിലും സമ്മറിൽ ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങി പിടിച്ച് കിടക്കുക കേട്ടോ. ഒരു ഡ്രൈവിംഗ് സ്പോട്ട്. അധികം അങ്ങനെ ആൾക്കാരൊന്നുമില്ല. കുറച്ചൊന്ന് പേടിയായിരുന്നു, കാരണം ആരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി ഡ്രൈവിന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അറബിക് ഫാമിലി. ആകെ ഞാൻ ഇതിനുള്ളിൽ കണ്ടത് ഒരു ഫാം മാത്രമാണ്. ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടുണ്ട്, കുറച്ച് ആടുകളുണ്ട്. അവരുടെ അർബാബ് എന്താണ് നേരത്തെ വന്നത് ഫാമിലി എന്ന് ഞാൻ പറഞ്ഞത്. വേറെ ഒരൊറ്റ മനുഷ്യനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം പോലെ ഉണ്ട് കേട്ടോ. അതായത് അധികം ആൾക്കാരും ഇല്ല. പിന്നെ എസ്തെറ്റിക്കലി ഭയങ്കര അടിപൊളിയാണ്. ഈ സൈഡിലത്തെ വലിയ ഹ്യൂജ് മലകളുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ഡിഫൈൻഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഓടി നമുക്ക് റോഡാണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കുറച്ച് റോഡും ഉണ്ട്. പിന്നെ കുറേ ഇതേപോലെ ബുഷസ്, തണലൊന്നും ഇല്ലാത്ത മരങ്ങൾ. നിസ്വയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് ഞങ്ങളൊരു ഈവനിങ് ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് വലിയ വെയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തണലില്ലാന്നുണ്ടെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോയാനായിരുന്നു. കാരണം തീരെ ഷെയ്ഡില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വൈബ്. ഞാനിങ്ങനെ എല്ലായിടത്തും കയറി ഫുള്ളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. പേടിയുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ മല കയറുന്ന സമയത്തും എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു, അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ലൊക്കെ വരുമ്പോൾ വല്ലതും ഇനി കാണുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടാവും. പക്ഷേ കുറച്ചൊരു ത്വരയുണ്ട് എല്ലാ സാധനങ്ങളും കയറി കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് ഓവർ എക്സൈറ്റഡ് ആവും ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു സൺസെറ്റ് ഒക്കെ ആയി.
നേരം ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി. പോകുന്ന വഴിയും ഇതേപോലെ ഫുള്ള് മലകളാണ്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ വെള്ളമൊക്കെ ഒന്നും കൊണ്ടുപോകാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ ശരിക്കും. പോകുന്നതിൻ്റെ ഇടയിൽ ഒന്നും കൂടെ സ്റ്റോപ്പ് ഇട്ടു കേട്ടോ. കാരണം നമ്മളിത് വന്ന വഴിയാണ്. തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഡ്രൈവ് ചെയ്ത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ പ്രോപ്പർ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെയാണ് കേട്ടോ. കേട്ടോ, ചുറ്റും മലകൾ, നടുക്ക് ഇതേപോലെ കുറച്ച് മെറ്റലല്ല, ഈ പെബിൾ പോലത്തെ കുറേ കല്ലുകൾ. ഈ കളറിൻ്റെ ഡിഫറൻസ് തന്നെ കാണാൻ നല്ല രസമുണ്ട്. അതൊരു ഗ്രേ സാൻഡ് സ്റ്റോൺ കളർ വൈബ്. പിന്നെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് ഗ്രീൻ ബുഷസ്. ഞാൻ ദേ ചുറ്റും ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇടയിൽ ആ ചെറിയ വഴിയുണ്ട്, ആ വഴി കൂടിയാണ് ഞങ്ങൾ വന്നത്. ബാക്കി ഫുൾ ഏരിയ ഇതേപോലെ വലിയ റോക്സ് വെച്ചിട്ട് കവേർഡാണ്. അതിൻ്റെ ഇടയിൽ ഒരു വാലി പോലെയല്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. ആ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ ഫുൾ ഇതേപോലെ കല്ലുകളും, അത് ഭയങ്കര ഡിഫറെൻറ്റ് കളറിൽ. ഈ മലകളുടെയും പിന്നെ ഈ താഴത്തെ പെബിൾസിൻ്റെയും ആ ടു ഡിഫറെൻറ്റ് കളേഴ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ ഇതേപോലെ ഒയാസിസ് ഒക്കെ പോലെ കുറച്ച് ഗ്രീൻ കളറ് കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴേക്കും നേരം വൈകിയിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങിയാണ് കിടന്നത്. അങ്ങനെ രാത്രിയായി വീടെത്തിയപ്പോഴത്തേനും രണ്ടുപേർക്കും പിണക്കം. കാരണം ഞാനിവിടെ നിൽക്കാൻ വന്നിട്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ പുറത്ത് പോകും, രാത്രി കയറി വരും. ഇവർക്ക് എന്നെ കാണാനും കിട്ടുന്നില്ല. പിന്നെ മൂത്തവനിക്കാണെങ്കിൽ ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമം. എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് വൈകിട്ട് ലുലു പോയി. എന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. പിള്ളേരെ മാത്രം കൺസിഡർ ചെയ്താൽ പോരല്ലോ. അങ്ങനെ ഇത്താക്കും അളിയനും ഓരോ ചോയ്സ് കൊടുത്തു, അവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നൊരു ഫുൾ പാക്കേജ് ആണ്. ഞാൻ കുറച്ച് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം ഇന്നൊരു ട്രിപ്പ് പോവാണ്. അതുകൊണ്ട് തന്നെ ഈ യാസീനെയും കൂട്ടിയിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ബാക്ക് പാക്കേഴ്സിനായിട്ട് കണക്റ്റ് ആയിട്ട് അവർ നിൽക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ആ ട്രിപ്പിന് പോവാണ്. സ്റ്റേയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രിപ്പിൽ അവർ ഫുള്ള് ട്രാൻസ്പോർട്ടേഷനും ഫുഡും പ്രൊവൈഡ് ചെയ്യും. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വാദിയിലേക്കാണ്. അത് കഴിഞ്ഞ് വാദി കഴിഞ്ഞിട്ട് നമുക്ക് ഡെസേർട്ടിൽ ഇന്നൊരു ക്യാമ്പിംഗ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഡേ. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാദി ഹവറാണ്. പോകുന്ന വഴി നമ്മളൊരു സ്ഥലത്ത് സ്റ്റോപ്പ് ഇട്ടു, ഒരു അടിപൊളി വ്യൂ പോയിന്റ്. ഈ മലനിരകളുടെ ഇടയിൽ ഒരു ചെറിയൊരു വില്ലേജ്. ആ വില്ലേജിലാണെങ്കിൽ ആകെ ഡേറ്റ്സ് ഫാം മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് വീടുകളും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഗ്രീൻ പാച്ചസ്. നമ്മൾ 4 ടൂറിസ്റ്റാണ് കേട്ടോ കൂടെ ഉള്ളത്. നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ നിന്നു, കാരണം അടിപൊളി വിഷ്വലാണ് കാണാൻ. അടിപൊളിയാണ്, എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അതായത് വാലിയിൽ വെള്ളത്തിന് പകരം ഒരു ഗ്രീൻ സ്പേസ്, ബാക്കിയൊക്കെ മരുഭൂമി പോലെ. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി നിർത്തി നമ്മൾ വാദിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി കുറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് മാങ്ങയൊക്കെ പറിച്ചു. ഇനി നമുക്ക് കുറച്ച് അങ്ങനെ നടക്കാനുണ്ട്. നടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നീന്തിയും പോകാനുണ്ട്. അതുകൊണ്ട് ഫോണ് ഒരു സ്ഥലത്ത് വെക്കണം. അതുകൊണ്ട് വിഷ്വൽസ് കുറച്ച് കുറവായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഇതിനേലും നല്ല കാഴ്ചകളാണ് അകത്തുള്ളത്, അതെന്തായാലും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ദേ ഞാൻ കയറിയ ഭാഗത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് വലിയ മലകളുടെ മലയിടുക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ വെള്ളമുണ്ട്. അങ്ങ് ഉള്ളിലോട്ട് പോകുമ്പോൾ വലിയ മലകളുണ്ട്. അതിൽ നമുക്കിങ്ങനെ ഓരോ വരകളും കാണാൻ പറ്റും. ഇപ്പം എൻ്റെ കൂടെ ഉള്ളൊരു ടൂറിസ്റ്റ്, പുള്ളിക്കാരനൊരു ഹിച്ച് ഹൈക്കറാണ്. കുറേ രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നോളജും ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അത് ഓരോ ഏജസ് ആയിരുന്നു. ഇത് പണ്ട് കാലത്ത് ഇത് ഫുള്ള് വാട്ടർ ബോഡി ആയിരുന്നു, അതിനുശേഷം വാട്ടർ താഴ്ന്ന് താഴ്ന്ന് വന്നതാണെന്നാണ് പറഞ്ഞത്. ദേ നമ്മൾ ഇവിടെ ഫോൺ വെച്ചിട്ടോ, ഇനി നമ്മൾ കുറച്ച് നീന്തിയും കയറിയിട്ടൊക്കെ വേണം പോകാൻ. നമുക്ക് വെള്ളത്തിലൂടെ അല്ലാണ്ട് പോകാൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് ഒത്തിരി ഹൈക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ ഹൈക്ക് ചെയ്ത് പോയി, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഫോണും കൊടുത്തു. നമ്മൾ ഇതേപോലെ കുറച്ച് നീന്തിയും കയറിയിട്ടൊക്കെ നമ്മൾ ഇനി അറ്റത്തേക്ക് എത്തണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എക്സ്പീരിയൻസിൽ ഭയങ്കര മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആണ് ഈ വാദി ഹവർ. അഡ്വഞ്ചറിൻ്റെ കാര്യത്തിന് മാത്രമല്ല, എനിക്ക് എന്താ പറയുക, പച്ചയായ മനുഷ്യനായിട്ട് നിൽക്കാൻ പറ്റി. അതായത് ഒരു മൗഗ്ലിനെ പോലെ ജീവിക്കാൻ പറ്റി കുറച്ച് മണിക്കൂറുകൾ. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കഴിച്ച്, വിശക്കുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച്, ഒരു ട്രൗസറൊക്കെ ഇട്ട് ഫുള്ള് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ആ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഇങ്ങനെ നമ്മൾ ഹൈക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുക തന്നെ, വേറെ പണിയൊന്നുമില്ല. ഫുള്ള് ഇങ്ങനെ കണ്ട് ചുമ്മാ നടക്കുക. പിന്നെ കുറേ സമയം ഫോണും ഉണ്ടായിരുന്നില്ല. അപ്പോൾ
അത് ആ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഫോൺ കിട്ടി. അങ്ങനെയാണ് എനിക്ക് വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റിയത്. ഫുള്ള് പാറക്കെട്ടും വെള്ളവും തന്നെയാണ്. പക്ഷേ ഓരോ പാറയും ഓരോ വെള്ളക്കെട്ടും ഭയങ്കര മനോഹരമായിട്ടുണ്ട്. ഓരോന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ വെള്ളത്തിനെ കെട്ടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വെള്ളച്ചാട്ടം ഉള്ളപ്പോൾ നമുക്കത് വേണമെങ്കിൽ സ്ലൈഡ് ചെയ്ത് അടുത്ത ലെയറിൽ ഇറങ്ങാൻ പറ്റും. ഇങ്ങനെ ഫുള്ള് കണക്റ്റഡ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റായിട്ട് നമ്മൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നെ ഞാൻ യാത്ര പോകുമ്പോഴും എനിക്ക് സിറ്റീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അധികം ആൾക്കാരില്ലാത്തതാണ് കേട്ടോ എനിക്കിഷ്ടം. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡായിരിക്കും. പിന്നെ ഈ ട്രിപ്പ്, ഈ വാദി ഹവർ എനിക്ക് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പും കൂടെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 3 മീറ്ററൊക്കെ ഉള്ള വാള്, വെർട്ടിക്കൽ വാള്, ഒരു സപ്പോർട്ടും കൂടാതൊക്കെ ഇറങ്ങി വരുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കുറച്ച് ഫിസിക്കലി ചലഞ്ചഡ് ആയിരുന്നു. ഫിസിക്കലി ചലഞ്ചിങ് ആയിരുന്നെങ്കിലും കണ്ട വിഷ്വൽസ് എനിക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അത്തരം വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈവനിങ് സൺസെറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഡെസേർട്ട് ക്യാമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് വഹീബ സാൻഡ്സ് എന്ന് പറഞ്ഞ സാൻഡ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സൺസെറ്റിന് മുമ്പ് അവിടെ എത്തണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വഴിയൊക്കെ തെറ്റി സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഇതിൽ എൻ്റെ കൂടെ ഉള്ള ഒരു മച്ചാൻ, പുള്ളിക്കാരൻ നെതർലാൻഡ്സുകാരനാണ്. പുള്ളിക്കാരൻ പറഞ്ഞ വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ അടുത്ത് ഡ്രൈവർ സോറി പറഞ്ഞുകൊണ്ടിരിക്കുക, ലൈക്ക് സൺസെറ്റ് മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, യു ഡിഡൻ ഡു എനിത്തിങ് റോങ്, നമ്മൾ ഇന്നെടുത്ത വഴി കുറച്ച് ദൂരെയായിപ്പോയി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാത്തിനെയും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്ന മനുഷ്യൻ. എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന മനുഷ്യൻ. അങ്ങനെ നമ്മൾ ഫൈനലി നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് ഇന്നൊരു ഷീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ടെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഇവിടുന്ന് നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ബാർബിക്യൂ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോർഡിനേറ്റർ ബാർബിക്യൂവിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി. പക്ഷേ എന്ത് വന്നിട്ടും ചാർക്കോൾ കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആൻഡ് ഓൾസോ നമ്മൾ വാങ്ങിച്ച ചാർക്കോൾ കടയിൽ വെച്ചിട്ട് മറന്നും പോയി. അപ്പോഴും മറ്റേ മച്ചാൻ പറഞ്ഞു, സോസേജ് ഒക്കെ അല്ലേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്കും കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പാടെ ഫയറൊക്കെ ആക്കി. കാറ്റ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫയർ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫയർ കിട്ടിയോണ്ട് ഇനി നമുക്ക് ചിക്കനും സോസേജൊക്കെ ചുടണം. ഞാൻ ചിക്കൻ ചുടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പുറത്ത് ദേ നല്ല ഇരുട്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് നിലാവുള്ളതുകൊണ്ട് അത്യാവശ്യം വെട്ടമുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് ഇട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. രാത്രിയാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. ഇവിടെ മസ്കറ്റിൽ ചൂടാണെന്നുണ്ടെങ്കിലും രാത്രി ഡെസേർട്ടിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന സൺറൈസ്. എന്താ പറയുക, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. നൈറ്റ് ഞാനിങ്ങനെ കിടന്നുറങ്ങുന്നൊന്നും ഞാൻ ജീവിതത്തിൽ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ലൈക്ക് ഫുള്ളി ലൈക്ക് എ നൊമാഡ്. ലൈക്ക് ഈ ഒരു ഫുൾ ട്രിപ്പ് എനിക്കൊരു നൊമാഡ് ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര പ്രിമിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്തോ ഭയങ്കര വേറൊരു ഫീലിംഗ് കിട്ടി. പിന്നെ ഒന്നാമത്തെ എനിക്ക് ഈ സാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ വെർജിനിൽ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് മസ്കറ്റിൻ്റെ മുകളിൽ കൂടിയാണ്. അപ്പം ഞാൻ ഈ സാൻഡ് കോക്പിറ്റിലല്ലാന്നുണ്ടെങ്കിൽ കോക്പിറ്റിൽ ചെല്ലുന്ന സമയത്ത് ഞാനത് കണ്ടിട്ടുണ്ട്, വഹീബ സാൻഡ്സ്. അന്ന് വഹീബയാണെന്നൊന്നും അറിയില്ല. മസ്കറ്റിൽ പാസ് ചെയ്യുന്നത് നമ്മൾ ഈ സാൻഡിൻ്റെ മുകളിൽ കൂടിയാണ്. ആ സെയിം സാൻഡിൽ എനിക്ക് അവിടെ പോയി കിടക്കാൻ പറ്റി. അന്ന് നൈറ്റ് ഞാൻ ഫ്ലൈറ്റ് നോക്കുമ്പോൾ ഫ്ലൈറ്റ് റഡാറിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ് ഞാൻ സ്പോട്ട് ചെയ്തു. സോ ഇറ്റ് വാസ് വെരി ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ. ആ എൻജോയ്മെൻറ്റിൽ ഞാൻ അവിടെ ഫുള്ള് ഇങ്ങനെ ഓടി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൺറൈസ് ആവുന്നേ ഉള്ളൂ. സമയം 6:30 ആയതേ ഉള്ളൂ. നമുക്കിന്ന് ചൂടാവുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഞാൻ ദേ ഫുൾ അവിടെ ഓടി നടന്നിട്ടുണ്ട്. ഇത് മിക്കവാറും നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അറേബ്യൻ നൈറ്റ്സിൻ്റെ മ്യൂസിക് വെച്ചിട്ട് ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. നമ്മളിങ്ങനെ ചുമ്മാ നടക്കുക. ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡെസേർട്ട് കാണുന്നത്. ഞാൻ മഞ്ഞത്ത് പോയപ്പോഴും എനിക്ക് സെയിം ഫീലിംഗ് തന്നെയായിരുന്നു. ഫുള്ള് തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ നടക്കുക തന്നെ. ഫുള്ള് ഓടി ക്ഷീണിച്ചപ്പോഴത്തേനും അവിടെ സൺറൈസ് ആയി. അങ്ങനെ നമ്മൾ ഒരു ഹില്ലിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് ഞങ്ങളെല്ലാവരും സൺറൈസ് കാണാനിരുന്നു. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സമയമാണ്. അതിനുള്ളിൽ നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇവിടെ വെയിലൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഫുള്ള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇതാണ് നമ്മൾ വന്ന കാറ്. ഫുഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഒന്നും കൊണ്ടുവരേണ്ട വന്നില്ല.
കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫുള്ള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ രാത്രി വരുമ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഫുൾ ഇരുട്ടായിരുന്നു. ഇന്ന് നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റുന്ന, റോഡല്ല വഴി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവറിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ആള് ഫുള്ള് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മളെ കുലുക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളും ഇടയ്ക്കിടെ ഇങ്ങനെ ആവേശം കൊടുക്കും. നമ്മളൊന്ന് ആവേശം കൊടുക്കുമ്പോൾ മൂപ്പരിക്കും അത് ഇൻട്രസ്റ്റ് ആയി. ഫുള്ള് എന്താ പറയുക, ഡെസേർട്ട് സഫാരി പോലെ ട്രാവൽ ചെയ്തായിരുന്നു. ഇതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാം കേട്ടോ. സേഫ് തന്നെയാണ്, വേറെ മൃഗങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ആക്ച്വലി പിന്നെ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്, നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു റിസോർട്ട് ഈ വഹീബ സാൻസിലുണ്ട്. പോകുന്ന വഴി കുറച്ച് ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഫീഡ് ചെയ്തു. ദേ ഇനിയിപ്പോൾ സിറ്റിയിലേക്ക് കയറുകയാണ്. ദേ അങ്ങനെ എൻ്റെ ബാക്ക് പാക്കിംഗ് ട്രിപ്പ് അവസാനിച്ച് ഞാൻ മസ്കറ്റിലേക്ക് തിരിച്ചെത്തി. നല്ല ചൂട് കേട്ടോ മസ്കറ്റിൽ. എല്ലാ ദിവസവും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും ഞാൻ വൈകിട്ട് തിരിച്ചു വരലുണ്ട്. ഈ പ്രാവശ്യം ഞാൻ നൈറ്റ് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെക്കനെ കുറച്ചു നേരം മിസ്സായതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേനും എൻ്റെ അടുത്ത് വന്ന് കുറച്ചു നേരമൊക്കെ കിടന്നായിരുന്നു. ഇവനെ എന്തായാലും പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനെങ്ങനെ എന്തെങ്കിലും മാളിലെ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റവനെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ ഇൻഡിവിജ്വൽ ഇങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പൊന്നും ചെയ്യുമ്പോൾ മറ്റവനിക്കായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്തത് ഏതെങ്കിലും നോക്കിയിട്ട് വേണം അവനെ കൊണ്ടുപോകാൻ. ഞാനപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോവാണ്. ഇന്ന് എൻ്റെ ഒപ്പം യാസിമോനും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ കണ്ട ടൂറിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ദിമാനിയാത്ത് ഐലൻഡ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു റൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കോർഡിനേറ്റ് ചെയ്തു, ബുക്ക് ചെയ്തു. മസ്കറ്റിലെ സീബിനടുത്താണ് ഈ ഐലൻഡ് വരുന്നത്. അങ്ങനെ മസ്കറ്റിലെ സീബിൽ പോർട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അലൗഡ് ആയിട്ട് കേട്ടോ പാക്കേജ് കിട്ടിയത്. അങ്ങനെ ഞാനും എനിക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജും പിന്നെ ഇവനിക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജും ബുക്ക് ചെയ്തു. ഇവൻ്റെ ഫസ്റ്റ് ബോട്ട് എക്സ്പീരിയൻസ് ആണ്. ഇവൻ്റെ ലൈഫിൽ കൊടുക്കാൻ പറ്റുന്നതിൽ ഒരു അടിപൊളി ദിവസം എനിക്കിന്ന് കൊടുക്കാൻ പറ്റും. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവൻ ജീവിതത്തിൽ ഈ ദിവസം എന്തായാലും മറക്കില്ല. കാരണം ഞങ്ങൾ പോകുന്നത് സ്നോക്ലിങ്ങിനാണ്. പോകുന്ന സമയത്ത് എനിക്ക് ഇവൻ ഇറങ്ങുമെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവന് നല്ല ധൈര്യമാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് അവൻ ഇറങ്ങിയായിരുന്നു. പോകുന്ന വഴി ഇതേപോലെ ഒരു സ്ഥലത്ത് സ്പോട്ടിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഡോൾഫിനുകളുണ്ട്, നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ടിൽ ഫുള്ള് ഫോറിനേഴ്സ് ആയിരുന്നു. ഞാനും ഇവനും മാത്രമാണ് ഇന്ത്യക്കാരുണ്ടായിരുന്നത്. ബാക്കി ഉള്ളവർ മൊത്തം യൂറോപ്യൻസും പിന്നെ അറബ്സും ആയിരുന്നു. സീബിന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ യാത്രയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് യാത്രയുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ലഞ്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ തന്നെ. മൊത്തത്തിൽ പാക്കേജ് ഉണ്ട്, ഗൂഗിളിൽ അവൈലബിൾ ആണ് ഇവരുടെ നമ്പർ. അങ്ങനത്തെ സ്നോക്ലിംഗ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി. നമുക്ക് ജാക്കറ്റൊക്കെ തന്നു. എനിക്ക് സ്വിമ്മിങ് അറിയാമെന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ആദ്യം ഇറങ്ങിയത്. പിന്നീട് ഞാനത് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ദേ ഫുള്ള് സെറ്റായി. ഞാൻ ആക്ച്വലി യാസീൻ ഒട്ടും ഇറങ്ങില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവൻ ഇറങ്ങില്ല എന്ന്. പക്ഷെ അവൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം അവന് നല്ല ഉഷാറായിരുന്നു, അവന് പേടിയൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. അവൻ നേരെ ലൈഫ് ജാക്കറ്റ് ഇട്ടു, ഗോഗിൾസ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനത്തെ ഫസ്റ്റ് ഞാൻ ചാടാൻ നിൽക്കുകയാണ്. ഞാനും ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ചാടുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാനത് മാറ്റിയായിരുന്നു. ഞാൻ കോറൽസിനെ പറ്റി സ്റ്റഡിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കോറൽസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വെള്ളത്തേക്ക് ഇറങ്ങി താഴെ നോക്കിയപ്പോഴാണ് അടിപൊളി വിഷ്വൽസ് കാണുന്നത്. ഇത്രയും മാസീവായിട്ടുള്ള ഒരു കിങ്ഡം തന്നെ അതിൻ്റെ അടിയിലുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും അവനും അടിപൊളിയായിട്ട് ഇറങ്ങിട്ടോ. അവന് റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനറും സൈഡിലുണ്ടായി, ഞാനും സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി കുറച്ച് നീന്തിപ്പോയി. അപ്പോൾ ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് ഇവനെ ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലുള്ളവരും ട്രെയിനറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവനെ അവരെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ കണ്ടില്ല. അപ്പം ഞാനൊന്ന് പേടിച്ച്. അപ്പോഴാണ് ട്രെയിനർ പറയുന്നത് അവന് ഒറ്റയ്ക്ക് നീന്തിക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് നീന്തി തുടങ്ങി. കണ്ടോ, ഞാൻ പോകുന്നതിന്റെ പിന്നാലെ തന്നെ മൂപ്പരും പിന്നാലെ വന്നു തുടങ്ങിയായിരുന്നു. ഞാൻ ഒട്ടും ഇവന് ഇറങ്ങില്ല എന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം ആഴമുണ്ട്. താഴത്തോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ആഴത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. എനിക്കെന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. 2 റീസൺ ഉണ്ട്. ഒന്ന്, ഞാനും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അവൻ എന്തായാലും ജീവിതത്തിൽ എന്തായാലും ഓർക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. വീഡിയോയിൽ കറക്റ്റായിട്ട് ഡെപ്ത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ഡെപ്തിലാണ് കേട്ടോ. അത്യാവശ്യം ഒരു 3 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആമകളും പിന്നെ ഫിഷും എല്ലാം ഉണ്ട്.
കോറൽസിൻ്റെ അടിപൊളി കിങ്ഡം. ഇത്രയും വലിയൊരു സാധനം താഴെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അത്ര അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ കുട്ടി കുട്ടി മീനുകളൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ പോകും, ഇതേപോലെ കളർ മീനുകളൊക്കെ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എനിക്ക് സ്വിമ്മിങ്ങും വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഒമാനിൽ നിന്ന് സ്നോക്ലിങ്ങും ഇങ്ങനെയൊക്കെ ചെയ്യാനൊന്നും പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ ഒമാനിലെ എയർപോർട്ടിൽ ട്രൗസർ ഇട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ലൈക്ക് വിൽ ഐ ഏബിൾ ടു വെയർ ദിസ് ഇൻ ഒമാൻ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷേ ഈ ഇവിടെ പോയി എൻ്റെ സ്വിമ്മിങ് ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ പറ്റിയത് എനിക്ക് എന്താ പറയുക, ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെ ആയിരുന്നു. ആൻഡ് ഓൾസോ അത് ഒമാനിൽ ചെയ്യുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ കാര്യത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇവൻ എന്നെ സത്യത്തിൽ ഞെട്ടിച്ച് കളഞ്ഞായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചില്ല ഇവൻ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങുമായിരിക്കുമെന്ന്. അവനത് പ്രോപ്പർലി കംഫർട്ടബിൾ ആയിട്ട് അടിപൊളിയായിട്ട് അവൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒറ്റയ്ക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറിയായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലഞ്ചിന് സാൻഡ്വിച്ചും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ജ്യൂസസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മളതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ചില്ലായിട്ട് ബോട്ടിലിരുന്നു. ഇതേ പിന്നിൽ കാണുന്ന ഐലൻഡ് ഉണ്ടല്ലോ, ആ ഐലൻഡിൻ്റെ പേരാണ് ഐലൻഡ് ദിമാനിയാത്ത്. പക്ഷെ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടേക്ക് ഇപ്പോൾ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഇപ്പം നിലവിൽ ടോട്ടോയ്സ് മുട്ടയിട്ടിരിക്കുകയാണ്. സോ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നീന്തിയിട്ട് അതിൻ്റെ സൈഡ് വരെ പോകാൻ പറ്റും. ഞങ്ങളുടെ ചെക്കൻ സെയിലറാണ്. ബോട്ടിൽ നിന്ന് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു. ഏ, അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്കത് കാണാനും പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും ഡേ വെൽ സ്പെൻഡ്. അടിപൊളി സ്ഥലം. ആൻഡ് ഒമാൻ ഗിവ് മീ എവറിത്തിങ് വിച്ച് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ഒമാനിലേക്ക് ഞാൻ ഒരു പ്ലാനും ഇല്ലാണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കാൻ വന്ന് ഞാൻ ഇതേപോലെ ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്തു. അതിൽ ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് ഓൾസോ ഇതേപോലത്തെ ഒത്തിരി ഐലൻഡ്സ് ഉണ്ട് ഒമാനിൽ. ഐലൻഡ്സ് മാത്രമല്ല, ബീച്ചസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ബീച്ചസ്. അത് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ടൈം ബിക്കോസ് ഐ ഹാവ് ടു ഗോ ബാക്ക്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളതാണ്. ഒമാനിൽ ബിക്കിനി ബീച്ചസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. വന്നതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. ദിസ് ടൈം ഐ മിസ്ഡ് ഇറ്റ്. ലൈക്ക് മേ ബി നെക്സ്റ്റ് ടൈം ഐ വിൽ ഗോ ദർ. അപ്പോൾ ദേ എൻ്റെ ഒമാൻ വ്ലോഗ് അവസാനിക്കുകയാണ് ഈ ഡെസ്റ്റിനേഷനോട് കൂടെ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ദേ ഞങ്ങൾ ബോട്ടിൽ നിന്ന് തിരിച്ച് പോവാണ്. ബോട്ടിൽ തിരിച്ച് ഇനി സീപ്പിൽ പോയിട്ട് നേരെ വീട്ടിൽ പോകും. ഒമാൻ്റെ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഇങ്ങനെ പാർന്ന് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒമാൻ വ്ലോഗ്, പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു, താങ്ക് യു.